നമ്മുടെ മലയാള സിനിമയിൽ 2000-2003 കാലത്തെ നീലത്തരംഗത്തിന് ചാലകശക്തികളായ ഒരുപിടി നായികമാർ നമ്മുടെ ചാനലിൽ എപ്പിസോഡുകളായി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ എന്ന് പലരും ചോദിച്ചു. ആ നീലത്തരംഗത്തെ ഷക്കീല തരംഗമാക്കിയ, താൻ അഭിനയിക്കാത്ത സിനിമകളെ കൂടി ഷക്കീല ചിത്രങ്ങളാക്കിയ, 3 വർഷം മലയാള സിനിമയ്ക്ക് അച്ചുതണ്ടായി നിന്ന് സിനിമാ പ്രമാണിമാരുടെ മുട്ടുവിറപ്പിച്ച, അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ഇനിയും ഒരു വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും. സിനിമയിലെ അന്നത്തെ വില്ലൻ ബാബുരാജും ഫീൽഡ് ഔട്ടായ ചാർമിളയും നായകനും നായികയുമായ കുളിർക്കാറ്റ് കൊള്ളാൻ മടിച്ചാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിയത്. പക്ഷേ അതിലെ ഉപനായിക മോളി അവതരിപ്പിച്ച പൂച്ചക്കണ്ണുള്ള സുന്ദരിയെ അവർക്ക് ശരിക്കും ബോധിച്ചു. ചിത്രത്തിൽ കുളിപ്പുരയും കിടപ്പറയുമാണ് അവളുടെ പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രങ്ങൾ. അവിടെ അവൾ കുളിർക്കാറ്റായിരുന്നില്ല, മറിച്ച് കൊടുങ്കാറ്റായിരുന്നു. അന്നവളുടെ നോട്ടത്തിൽ പൊള്ളിപ്പിടഞ്ഞ് തിയേറ്റർ വിട്ടവർ സിനിമ കാണാത്തവരോട് പറഞ്ഞ് കുളിർക്കാറ്റങ്ങനെ 98-ലെ സർപ്രൈസ് ഹിറ്റുകളിലൊന്നായി. മോളിയെ അവതരിപ്പിച്ച ഷക്കീല പക്ഷേ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ എവിടെ എത്തുന്നത് 96-ൽ. തിലകൻ, ക്യാപ്റ്റൻ രാജു, NF വർഗീസ്, മീന, സുധീഷ് എന്നിങ്ങനെ കിടിലൻ താരനിരയുള്ള ഹലോ ഗുഡ് മോർണിംഗിൽ ഡയാന എന്ന അർബൻ യുവതിയുടെ റോൾ ചെയ്യാൻ. അതിനു മുന്നേ തമിഴിൽ പ്ലേ ഗേൾസ് പോലുള്ള മസാല ചിത്രങ്ങൾ ചെയ്തു ലഭിച്ച സെക്സ് പുയൽ എന്ന പേരുദോഷം ഈ കോമഡി ചിത്രം തീർക്കുമെന്ന് അന്ന് ആ കൗമാരക്കാരി കൊതിച്ചിരിക്കണം. ആദ്യ ഷെഡ്യൂളിൽ പക്ഷേ ഹലോ ഗുഡ് മോർണിംഗ് നിലച്ചു. 97-ൽ ശോഭനത്തിലെ മാളയുടെ മകൾ മേഴ്സിയായി വീണ്ടും മലയാളത്തിൽ നടിയെത്തി. 99-ന്റെ തുടക്കത്തിൽ നിസാറിന്റെ ക്യാപ്റ്റൻ എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പ്രണയിക്കുന്ന കൗസു എന്ന കാട്ടുപെണ്ണായി നല്ലൊരു വേഷത്തിൽ ഷക്കീല വീണ്ടും വന്നു. കാക്കോത്തിക്കിന്നല്ലയോ, പറഞ്ഞു വെച്ച കല്യാണ പെണ്ണല്ലയോ എന്ന പാട്ടിൽ അടിപൊളിയായി നൃത്തം ചെയ്യാനും സിനിമയിൽ നടിക്ക് കഴിഞ്ഞു. കാക്കോത്തിക്കുന്നല്ലയോ, പറഞ്ഞു വെച്ച കല്യാണ പെണ്ണല്ലയോ. 200 ദിവസം ഓടിയ ഷക്കീലയുടെ കന്നഡ ചിത്രം ഇളമൈക്കൊരു ഇമ്പം കണ്ട മലയാളി യുവാവ് അവരുടെ ഒരു കന്നഡ ചിത്രത്തിൻ്റെ റൈറ്റ് വാങ്ങി കേരളത്തിലെത്തിയപ്പോൾ ഇവിടെ സെൻസറിങ് പ്രശ്നങ്ങൾ. മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് ചിത്രം ഇറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ തമിഴിലേക്ക് മൊഴിമാറ്റി ദി ഹോസ്റ്റൽ എന്ന പേരിൽ ചിത്രം കേരളത്തിൽ ഇറക്കുന്നതും 99-ൽ. തമിഴിലും മലയാളത്തിലും ഗംഭീര വിജയം നേടിയ ഹോസ്റ്റലിലെ രാധ ഷക്കീലയ്ക്ക് അവിടെയും ഇവിടെയും നല്ല ആരാധകരെ നേടിക്കൊടുത്തുവെങ്കിലും ഗ്ലാമർ ചിത്രങ്ങളിലെ മുറിയൻ വേഷങ്ങൾ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് മടുത്തു. മറുമലർച്ചയിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുമ്പോൾ നൽകിയ ഒരഭിമുഖത്തിൽ ഫാസിലിൻ്റെ ഒരു ചിത്രത്തിലെങ്കിലും ചെറിയൊരു കഥാപാത്രമായെങ്കിലും തനിക്ക് പ്രത്യക്ഷപ്പെടണമെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. കേവലം 22,000 രൂപയ്ക്ക് കിന്നാരത്തുമ്പികളിൽ അഭിനയിക്കാൻ കരാറൊപ്പിടുമ്പോൾ അത് തൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ചിത്രമായിരിക്കുമെന്ന് സ്വപ്നേബി ഷക്കീല കരുതിയിട്ടുണ്ടാവില്ല. പ്രായം കുറഞ്ഞ നായകനെ പ്രണയിക്കുന്ന 30+ യുവതി ദാക്ഷായണിയായി കിന്നാരത്തുമ്പികളിൽ നടി തകർത്തഭിനയിച്ചു. തെറ്റു ചെയ്യാത്തവർ ആരുണ്ട് ഗോപു എന്ന നടിയുടെ പ്രലോഭന ചോദ്യമായിരുന്നു സിനിമയുടെ വിജയത്തിൻ്റെ തുറുപ്പ് ചീട്ട്. മോഹൻലാലിൻ്റെ നരസിംഹം ട്രെൻഡ് സെറ്ററായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു 2000-ലെ മാർച്ച് മാസം 10-ാം തീയതി സിനിമ ഇവിടെ റിലീസാവുന്നത്. കിന്നാരത്തുമ്പികളുടെ വമ്പൻ വിജയം മലയാള സിനിമയിൽ ഒരു ഷക്കീല ട്രെൻഡിന് തന്നെ തുടക്കമിട്ടതറിയാതെ അടുത്ത സിനിമയ്ക്കായി മദിരാശിയിലെ ഫ്ലാറ്റിൽ ഷക്കീല കാത്തിരിക്കുകയായിരുന്നു. 12 ലക്ഷത്തിന് ഫസ്റ്റ് കോപ്പിയായ പടം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത് 4.5 കോടി. പക്ഷേ ആ വിജയത്തിന്റെ സൂത്രധാര ഷക്കീല എവിടെ? സിനിമാക്കാരുടെയും പ്രേക്ഷകരുടെയും ആ ആവേശ ചോദ്യത്തിന് മറുപടിയുമായി നേരത്തെ പറഞ്ഞ യുവനിർമ്മാതാവ് ദി ഹോസ്റ്റലുമായി വീണ്ടും എത്തി. ഷക്കീലയുടെ ഫുൾ സൈസ് ഫോട്ടോ മാത്രം വെച്ച ദി ഹോസ്റ്റലിൻ്റെ പുതിയ പരസ്യവാചകം തന്നെ രസകരം. മോളെ ഷക്കീലെ, ഇതാണിടി പടം. ഏതു പടം? ദി ഹോസ്റ്റൽ, അതുതന്നെ പടം. പരസ്യത്തിൽ ഷക്കീലയുടെ ആരാധകർ വീണു. BC തിയേറ്ററുകളിൽ സിൽവർ ജൂബിലി പിന്നിട്ട ഹോസ്റ്റൽ അങ്ങനെ വീണ്ടും പ്രൊഡ്യൂസർക്ക് പൊന്മുട്ടയിടുന്ന താറാവായി. രാക്കിളികളിൽ മരിയ എന്ന മദാമ്മയായി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അഭിനയിക്കാനെത്തുമ്പോഴാണ് കേരളത്തിൽ ഷക്കീല തരംഗമാണെന്ന് നടി മനസ്സിലാക്കുന്നത്. ആ പടം പക്ഷേ വലിയ വിജയമായില്ല. റവാലിയുടെ ചേച്ചി ദുർനടപ്പുകാരി അമിത എന്ന കൊടും വില്ലത്തിയായി PK രാധാകൃഷ്ണന്റെ ജഡ്ജ്മെന്റിൽ നല്ലൊരു കഥാപാത്രം നടിക്ക് ലഭിച്ചു. ദേവനും മധുപാലും നായകന്മാരായ ചിത്രത്തിന്റെ റിലീസ് നീണ്ടപ്പോൾ പിന്നെയും ഒരു ഒഴിവുകാലം ഷക്കീലയുടെ കരിയറിലുണ്ടായി. 2000-ന്റെ രണ്ടാം പകുതിയിൽ പക്ഷേ 3 ചിത്രങ്ങൾ നടിയുടേതായി. പ്രായം കൂടിയ ഭർത്താവ്, പ്രായം തീരെ കുറഞ്ഞ കാമുകൻ, രണ്ടിനും മധ്യേ ദമനം ചെയ്യപ്പെടാതെ കിടക്കുന്ന ലൈംഗികാനന്ദം,
തങ്കത്തോണിയിലെ ജെസിയും കാതരയിലെ സോഫിയുമെല്ലാം ഈ ഒരു കുറ്റിക്ക് ചുറ്റും കറങ്ങിയെങ്കിൽ ഷക്കീലയുടെ കരിയറിലെ തന്നെ കൾട്ട് ക്ലാസിക് വേഷമായിരുന്നു മഞ്ഞുകാല പക്ഷിയിലെ ഗ്ലോറിയ. ഗ്ലാമർ ക്ലാസിക് കിന്നാരത്തുമ്പികൾക്കു ശേഷം പ്രസാദും ഷക്കീലയും ഒന്നിക്കുന്ന മഞ്ഞുകാല പക്ഷിയുടെ റിലീസ് ഏറെ ജാഗ്രതയോടെയാണ് സിനിമാ ലോകവും സെൻസർ ബോർഡും എന്തിന് സർക്കാർ വരെ സമീപിച്ചത്. ആദ്യന്തം സാരി ചുറ്റി ഡീ ഗ്ലാമറസായി ഷക്കീല എത്തിയിട്ടും സെൻസർ ബോർഡ് സിനിമയ്ക്ക് നിരവധി കട്ടുകൾ നിർദ്ദേശിച്ചു. ആ സീനുകൾ വെട്ടിമാറ്റിയാൽ മഞ്ഞുകാല പക്ഷി വെറും ചത്ത പക്ഷിയായി പോകുമെന്ന് സംവിധായകൻ വാദിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. നരസിംഹത്തിന് ചെക്ക് വെച്ച ബ്ലാക്കിൽ നരസിംഹത്തിൻ്റെ ഇരട്ടിത്തുകയ്ക്ക് ടിക്കറ്റുകൾ വിറ്റുപോയ കിന്നാരത്തുമ്പികൾ ടീമിൻ്റെ മഞ്ഞുകാല പക്ഷിക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത് താരപ്രഭുക്കളുടെ ഷക്കീലപ്പേടിക്ക് ഏറ്റവും വലിയ തെളിവായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഡൽഹി വരെ പോകാൻ തയ്യാറായ സംവിധായകന് മുമ്പിൽ 6ലധികം കട്ടുകൾ നിർദ്ദേശിച്ച് സെൻസർ ബോർഡ് അനുരഞ്ജനത്തിലേക്ക് എത്തി. പക്ഷേ ആ കട്ടുകൾ ഗ്ലോറിയയുടെ അതിജീവന കഥയുടെ സമസ്ത സൗന്ദര്യവും നശിപ്പിച്ചു. ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ മഞ്ഞുകാല പക്ഷി ചിറകറ്റു വീണു. ഷക്കീലയുടെ കരിയറിലെ ഗോൾഡൻ ഇയർ 2001 തന്നെ. 32 ചിത്രങ്ങളിലാണ് ആ വർഷം നടിയെത്തിയത്. കിടപ്പറയിലും കുളിപ്പുരയിലുമായിരുന്നു ആ 32 സിനിമകളുടെയും ആഖ്യാനം നിർവഹിക്കപ്പെട്ടതെങ്കിലും ആണധികാരത്തിന്റെ ചിഹ്നം മാത്രമായി അതുവരെ മലയാള സിനിമ കണ്ട ബെഡ്റൂം സങ്കല്പത്തിന് ഈ സിനിമകളിലൂടെ ഒക്കെ ഷക്കീല ഒരു പൊളിച്ചെഴുത്ത് നൽകി. ആണിന് കീഴെ പെണ്ണെന്ന പ്രാക്തന ലൈംഗിക സമവാക്യം റദ്ദ് ചെയ്ത് ആണധികാരത്തിന്റെ വിഹാരകേന്ദ്രമായ കിടപ്പറയെ പൂർണ്ണമായി നടി അന്ന് സ്ത്രൈണവൽക്കരിച്ചു. ഇലച്ചീന്തിലെ പ്രസാദം പോലെ പുരുഷൻ ദാനം ചെയ്യുന്ന ലൈംഗികാനുഭവത്തെ പാടെ നിഷേധിച്ച് പ്രചണ്ഡമായ കരുത്തോടെ അവനു ചുറ്റും അലയടിക്കുന്ന ഐഡന്റിറ്റിയുള്ള പുതിയൊരു പെൺപ്രതീകത്തെ സ്വന്തം സിനിമകളിലൂടെ നടി അന്ന് കാണിച്ചു തന്നു. അഞ്ജുവെന്ന പാവം പെൺകുട്ടിക്ക് മദ്രാസിൽ പക്ഷേ മദ്രാസ് മാമിയായി മറ്റൊരു മുഖമാണ്. ഒരേ സമയം രക്ഷകയും ശിക്ഷകയുമായി ഷക്കീല തകർത്തഭിനയിച്ച വേഴാമ്പലാണ് 2001 നടിയുടെ ആദ്യ ചിത്രം. സിനിമ നല്ല കളക്ഷൻ നേടി. ഇതേ വർഷം പുറത്തിറങ്ങിയ ജയറാമിൻ്റെ സൂപ്പർഹിറ്റ് ചിത്രം നാറാണത്ത് തമ്പുരാനിലും ഈ വേഴാമ്പൽ റെഫറൻസ് ഉണ്ട്. പ്രതാപചന്ദ്രൻ്റെ ശേഷാദ്രി അയ്യരുടെ ഭാര്യ സീതാലക്ഷ്മിയായി മാമിയിൽ, ഭർത്താവിനെ പുല്ലുവിലയുള്ള കല്യാണി എന്ന ചായക്കടക്കാരിയായി കൗമാരത്തിൽ, ഗ്ലാമർ ക്ലാസിക്കുകളിലെ കിടിലൻ പ്രകടനങ്ങളിലൂടെ മലയാള സിനിമയിലെ ഷക്കീല തരംഗം മൂർധന്യത്തിലെത്തിയ നാളുകൾ. മാമിയും കൗമാരവും മെഗാഹിറ്റായെങ്കിലും അടുത്ത റിലീസ് എണ്ണത്തോണിയിൽ ഷക്കീലയ്ക്ക് അടിപതറി. പക്ഷേ കല്ലുവാതിക്കൽ മദ്യദുരന്തത്തിൻ്റെ കഥ പറഞ്ഞ കല്ലുവാതിക്കൽ കത്രീനയിലൂടെ നടി വീണ്ടും മെഗാഹിറ്റടിച്ചു. BC ക്ലാസുകളിൽ 25 ദിവസങ്ങൾ പിന്നിട്ട ചിത്രം നടിക്ക് നല്ല പേര് നേടിക്കൊടുത്തു. കത്രീനയ്ക്ക് ശേഷം റിലീസായ ആലിലത്തോണിയും നിമിഷങ്ങളും പരാജയപ്പെട്ടെങ്കിലും റോസ്ലിൻ എന്ന മാദകസുന്ദരി ബ്യൂട്ടീഷ്യനായി 4-ാം സിംഹത്തിലൂടെ നടി വീണ്ടും സൂപ്പർ ഹിറ്റിൻ്റെ വിജയച്ചേരുവയായി. പതിവ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തയായി ജേർണലിസ്റ്റായും തീവ്രവാദിയായും ഇരട്ടവേഷങ്ങളിൽ നടിയെത്തിയ ചാരസുന്ദരി പക്ഷേ തിയേറ്ററിൽ പച്ച തൊട്ടില്ല. ആ സിനിമയുടെ പരാജയം പക്ഷേ നടിയെ ബാധിക്കാതിരുന്നത് ചാരസുന്ദരിക്കൊപ്പം റിലീസായ പ്രേമാഗ്നി വമ്പൻ വിജയം നേടിയത് കൊണ്ടാവാം. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഷക്കീലയ്ക്ക് ടാഗ്ലൈൻ നൽകി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം ജയദേവിൻ്റെ പുഷ്പശരവും പിന്നാലെയെത്തി വൻ വിജയം സ്വന്തമാക്കി. നായകൻ്റെ ലൈംഗിക മരവിപ്പ് മാറ്റിയെടുക്കുന്ന ലയത്തിലെ റോസി തോമസ് 2001 ഷക്കീലയുടെ വേറിട്ട വേഷമായിരുന്നു. സിനിമ പക്ഷേ ആവറേജിൽ ഒതുങ്ങി. അതേസമയം കോടികൾ വാരിക്കൂട്ടിയ ഗ്ലാമർ ക്ലാസിക് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ റിലീസ് ലയത്തിൻ്റെ തണുപ്പൻ പ്രകടനത്തിൽ നിന്ന് നടിയെ കരകയറ്റി. ആഞ്ചലോസിൻ്റെ സത്താറിൻ്റെ ആഞ്ചലോസിനെ മയക്കുന്ന മാദകസുന്ദരി കാതറീനായി എത്തിയ ഈ രാവിലായിരുന്നു ഷക്കീലയുടെ അടുത്ത റിലീസ്. സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. അതേസമയം മോഹനയനത്തിലെ കപട സന്യാസിയിലൂടെ നടി ആ പരാജയവും മറികടന്നു. വാണിഭരാജ്ഞി മാലിനി ദേവിയായി സ്വർഗവാതിൽ, മൗറീഷ്യസിൽ 50 ലക്ഷം പൊടിപൊടിച്ച് മുടക്കി ചിത്രീകരിച്ച റൊമാൻസിലെ മെർലിൻ, കാദംബരിയിലെ മറിയയുടെ നിഴലായിപ്പോയ റീത്ത, മങ്ങിത്തുടങ്ങിയ ഷക്കീലയ്ക്ക് 2001 പിടവള്ളിയായി വീണ്ടും 2 ചിത്രങ്ങൾ ലഭിച്ചു. അടുപ്പിച്ചടുപ്പിച്ച് റിലീസായ ലാസ്യത്തിലെ ആനിയും താഴ്വരയിലെ സുഗന്ധിയും ഷക്കീലയുടെ കൾട്ട് വേഷങ്ങളായി അന്നും ഇന്നും തുടരുന്നു. യാമിനി, രാസലീല, താരുണ്യം, അഗ്നിപുഷ്പം, സാഗര, സ്നേഹ, കിന്നാരം ചൊല്ലിച്ചൊല്ലി, ലൗലി, എൻ്റെ സ്വർണം, തിരുനെല്ലിയിലെ പെൺകുട്ടി എന്നിങ്ങനെ 2001 പിന്നെയും ഇടതടവില്ലാതെ ഷക്കീല ചിത്രങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും മറ്റൊരു ഡ്രൈവിംഗ് സ്കൂളോ കൗമാരമോ കത്രീനയോ മാമിയോ അവർക്ക് കരിയറിൽ ലഭിച്ചില്ല. മലയാള സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന ആ തീരുമാനം ഷക്കീല എടുക്കുന്നതും 2001 രണ്ടാം പകുതിയിൽ. മലയാള സിനിമ അഭിനയം നിർത്തുന്നു എന്നവർ തീരുമാനിക്കുന്നത് മോഹനയനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മോശം അനുഭവം കൊണ്ട്.
തൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് മോഹനയനങ്ങളിലെ ദേവിയമ്മ എന്ന കപട സന്യാസിനിയെ അവർ അവതരിപ്പിച്ചത്. അത്രയ്ക്കും അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ആ സിനിമയുടെ റിലീസിനായി അവർ കാത്തിരുന്നു. സിനിമ പുറത്തിറങ്ങിയപ്പോൾ പക്ഷേ ഷക്കീല അഭിനയിച്ച ഒരൊറ്റ നല്ല സീൻ പോലും ഉണ്ടായിരുന്നില്ല. ആ ചതിയിൽ മനംനൊന്ത് താനിനി അഭിനയിക്കുന്നില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. കിന്നാരം ചൊല്ലിച്ചൊല്ലി എന്നൊരു പടത്തിന് ഷക്കീല ഡേറ്റ് കൊടുക്കുന്നു. ആ ചിത്രം പേരുമാറ്റി രാക്ഷസരാജ്ഞിയായി മമ്മൂട്ടിയുടെ രാക്ഷസരാജാവിന് ഓപ്പോസിറ്റായി ഓടിക്കാൻ നിർമ്മാതാക്കൾ ശ്രമിച്ചപ്പോൾ മലയാള സിനിമ ഒന്നടങ്കം ഒന്നും അറിയാത്ത നടിക്കെതിരെ തിരിഞ്ഞതും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവണം. വിവാദങ്ങൾക്കിടയിലും പക്ഷേ 2002 15 ചിത്രങ്ങൾ ഷക്കീലയുടേതായി എത്തി. സുഗന്ധവല്ലി, ലയതാളങ്ങൾ, നഖച്ചിത്രങ്ങൾ, ആലോലങ്കിളി, താഴമ്പൂ, ശിശിരം, സാന്ദ്ര, ഏദൻ തോട്ടം, കൂടാരം, പ്രണയസല്ലാപം, ഇനിയൊരു ജന്മം കൂടി, മലരമ്പൻ, മിസ് സുവർണ, നിശാഗന്ധി, ആലിംഗനം, പ്രണയശലഭങ്ങൾ, ഡോക്ടർ പ്രേമ. സാമ്പത്തികമായി വലിയ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നതിനപ്പുറം ഈ ചിത്രങ്ങളൊന്നും ഷക്കീലയ്ക്ക് അഭിമാനിക്കാൻ വകയേകിയില്ല. 2003 വീണ്ടും തുലാഭാരം എന്ന ഒറ്റ പടം കൊണ്ട് നടിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. അതാകട്ടെ വൻ പരാജയവുമായി. 2003 ശേഷം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ കോമഡി വേഷങ്ങൾ ചെയ്ത് പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഷക്കീല ശ്രമിച്ചു. 2004 ഈ അഭയതീരം എന്ന ചിത്രത്തിൽ സിസ്റ്റർ ഹെലൻ എന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ ഓഫർ ലഭിച്ചപ്പോൾ നടി ഏറെ സന്തോഷിച്ചിട്ടുണ്ടാവണം. ഉർവശി വന്ന് അഭിനയിച്ച് എന്തോ കാരണം കൊണ്ട് തിരിച്ചുപോയ ആ ചിത്രം ചെയ്യാൻ 2005 ഷക്കീല മടങ്ങിയെത്തി. പക്ഷേ ഈ അഭയതീരം പാതിയിൽ മുടങ്ങി. 2008 ചോട്ടാ മുംബൈ, 2011 തേജാബായ് എന്നിങ്ങനെ മലയാള സിനിമയിൽ സാന്നിധ്യമറിയിച്ച ഷക്കീല നീലക്കുറിഞ്ഞി പൂത്തുവിലൂടെ 2012 സംവിധായികയുടെ കുപ്പായവും എടുത്തണിഞ്ഞു.